പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ, ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടത് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. പിന്നെ ദൈവം ഏലിയായോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഇനി ഭാവി ജീവിതവും ദൈവം അഡ്രസ്സ് ചെയ്യുന്ന ദൈവം നിരീക്ഷിക്കുന്ന വിഷയമാണ്. നീ എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്നും ചോദിക്കും. അതാണ് വിഷയം. എന്താണ് ചെയ്തത്, എന്ത് ചെയ്യുന്നു, എന്താ ദൈവം ചോദിക്കണത്? എന്താണ് നീ ചെയ്യാനിരിക്കുന്നത്? ഭാവിയിൽ നീ എന്താണ് ചെയ്യാനിരിക്കുന്നത്? അത് മോശമായാലും നന്മയായാലും ദൈവം അത് ചെയ്യരുതെന്നും പറയത്തില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ദൈവം നിന്നെ ട്രെയിൻ ചെയ്യണ മനസ്സാക്ഷിയൊക്കെ തരുന്നതിനൊക്കെ ഒരു മിനിമം ടൈമുണ്ട്. നീ ഭാവിയിൽ നീ ജയിലിൽ കിടക്കുമ്പോഴോ, അല്ലെങ്കിൽ കേസിൽ അകപ്പെട്ട് കഴിയുമ്പോഴോ, അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴോ, വീട്ടിൽ നിനക്ക് വില പോയി കഴിയുമ്പോഴോ, അയ്യോ ദൈവം എന്നെ നേരത്തെ ഓർപ്പിച്ചാൽ മതിയായിരുന്നല്ല, ഇത് ഒരു നിമിഷം വന്ന് അബദ്ധമായി പോയില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവം ആ
ആ പ്രായത്തിന് ആർജിക്കേണ്ട സാമാന്യ ബോധം നീ ആർജിച്ച് കാണും. പിന്നെ ഓരോ കാര്യത്തിനും വന്നിട്ട് പിന്നെ നീ ഇതെല്ലാം ആർജിച്ചിട്ട് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിലും പിന്നെ ആ തെറ്റിൽ ഉറച്ചൊന്ന് ചെയ്യണമെങ്കിൽ കർത്താവ് പറയും അത് വേഗം ചെയ്ത് മാറ്റാൻ പറയും. അത്രേ ഉള്ളൂ ചെയ്ത്, അല്ലാതെ ചെയ്യരുതെന്ന് പറയത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ യൂദാസിനോട് പറയാമായിരുന്നു ഈശോട്, നീ ചെയ്യാൻ പാടില്ല കേട്ടാ ഇതെന്ന് പറഞ്ഞില്ല. അപ്പം ചെയ്യാതിരിക്കുന്ന കാര്യമാണ്, തെറ്റാണെങ്കിൽ ഈശോ പറയും വേഗം ചെയ്യാൻ പറയും. അതാണ് ദൈവത്തിൻ്റെ ഒരു നിലപാട്. അല്ല അവിടെ നിന്ന് ഓരോന്ന കാര്യത്തിൽ വന്ന് തിരുത്തത്തില്ല. യോഹന്നാൻ 13:27 എടുത്തേ. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? വേഗം ചെയ്യാൻ. വേഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലേ? പക്ഷേ ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. എല്ലാ ദുരന്തവും വേഗമായിരിക്കും. ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. നിങ്ങൾ ആത്മഹത്യയൊക്കെ ചെയ്തിട്ട് ഡിപ്രഷനാണ്, ഭ്രാന്താന്നൊരു കാര്യമൊന്നുമില്ല. ദൈവം കൈവിട്ടവന് ആരും ആത്മഹത്യ ചെയ്യത്തില്ല. ഇപ്പോൾ പുതിയ ശാസ്ത്രമൊക്കെ മനഃശാസ്ത്രമൊക്കെ ഇറങ്ങിയിട്ട് ഓരോരോ എഴുതി തള്ളലില്ലേ? ഇത് ദൈവം തള്ളുവായത്. ബൈബിൾ ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ എണ്ണം നോക്കിയേ, എല്ലാ എണ്ണന്മാരും ദൈവം കൈവിട്ട കക്ഷികളായിരിക്കും. ഇപ്പം നമ്മൾ പറയും അത് മാനസിക രോഗമാണ്, ഡിപ്രഷനാണ്, ഭയങ്കര സമ്മർദ്ദമാണെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ സമ്മർദ്ദമാണ്, പിന്നെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. സമ്മർദ്ദം എന്ന് പറയുമ്പോൾ സമ്മർദ്ദം ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൊട്ടക്ഷൻ അവിടെ പോയി. അപ്പോൾ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തില്ലെന്നാണ്. ദൈവം എന്തുകൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത്? ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത് ദൈവത്തിന് അവിടെ ഓപ്ഷനില്ല. ദൈവം കൂടെ സഞ്ചരിച്ച ഒരാളാണ് യൂദാസ്. എന്നിട്ടും കർത്താവിനെ അയാൾ സ്വീകരിച്ചില്ല. പിന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ ചെയ്യാനുള്ളത് വേഗം ചെയ്യണം. അതൊരു നിലപാടാണത്. അപ്പോൾ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ തിന്മയെങ്കിലും ദൈവത്തിൻ്റെ രീതി വേഗം ചെയ്ത് മാറ്റാനാണത്. അല്ലാതെ മകനെ ചെയ്യല്ലേ മകനെ, കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന കാര്യമായാലും പറയും, കർത്താവ് പറയും വേഗം ചെയ്ത് മാറ്റാൻ പറയും. എന്താ കാര്യം? സാത്താൻ അവൻ പ്രവേശിച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു, സാത്താന് അവസരം കൊടുത്തു. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസ്യസ് 4:27. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അതാണ് വിഷയം. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കാര്യം അവനാണെങ്കിൽ അവസരം തിരക്കുണ്ടാക്കുന്ന കക്ഷിയാണ്. ആരെ വിഴുങ്ങണമെന്നറിയാതെ പത്രോസ് പറയുന്നുണ്ടല്ലോ. അത് 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പൊ ഈ യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചുറ്റി നടന്ന് പകുതിയും വിഴുങ്ങി, സാത്താൻ അയാളെ വിഴുങ്ങിയ സ്ഥിതിക്ക് പിന്നെ ദൈവത്തിന് അയാളെ ആവശ്യമില്ല. അതാണ് ഈശോ പറയണത്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ. ഇപ്പം ദൈവം നമ്മളെപ്പോഴും ഓർത്തേക്കണം, ഓരോരോ വിഷയത്തിന് ദൈവം വന്നിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്തെന്ന് പറയത്തില്ല. നിനക്ക് സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ ആയി കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ബോധം തന്നെയാണത്. പിന്നെ ചെയ്യണ തെറ്റും ശരി നിനക്കറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിനക്കാണ്. ഇങ്ങനെ കുറേ കാലം മനഃപൂർവ്വം വെട്ടിപ്പും തട്ടിപ്പും സമാധാനം കെടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം തിരിച്ചു വരുമ്പോൾ ആരും ഉണ്ടാകത്തില്ല. കർത്താവിൻ്റെ നിലപാട് തന്നെ കണ്ടില്ലേ, ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ. ആത്മഹത്യ ആണെങ്കിൽ ആത്മഹത്യ വേഗം ചെയ്ത് മാറാൻ പറ്റും. അങ്ങനെ യൂദാസ് പോയി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഭാവി കാലങ്ങളും ദൈവം നിരീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഭാവി കാലങ്ങളിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന്
ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആശ്രയിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവ് എൻ്റെ കൂടെ അവിടെ വന്ന് എനിക്കത് ചെയ്തു തന്നതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിനുശേഷം എനിക്ക് കൃപാസനത്തിൽ വരാനുള്ള അനുഗ്രഹം ഉണ്ടായി. ഞാൻ ഇവിടെ വന്ന് അൾത്താരയിൽ വന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു പോയി. 2021 വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിനകത്ത് 1ാമത്തെ നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിന് കേസ് ഉണ്ടായിരുന്നു. ഒരു 12-13 വർഷമായിട്ട് ഈ കേസ് ഒരു ഇതുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കുടുംബക്കാർ വരെ അതിനെതിരായിട്ട് ഞങ്ങൾക്ക് സാക്ഷികളായി അവിടെ പോയി പറഞ്ഞ ഒക്കെ ആയിട്ടുള്ള കേസാണ്. അപ്പോൾ വക്കീൽ തന്നെ പറഞ്ഞു, പ്രതീക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ചെന്നതിന് ശേഷം എനിക്കറിയില്ല, എനിക്കൊരു പ്രത്യേക എനർജി വന്നാണക്ക്. അതായത് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പേടിയായിരുന്നു. ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റണ ഒരു ഇതുള്ള ആളായിരുന്നില്ല ഞാൻ. പക്ഷെ അതെല്ലാം എന്നിൽ നിന്ന് എനിക്കിത് മാറ്റി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവ് ഒരു പ്രത്യേക ശക്തി തന്നു. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, ആൾക്കാരോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇത്രയും പേര് ഇവിടെ നിൽക്കണം, അവരോട് മുന്നിൽ എനിക്കിങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഈ അനുഗ്രഹം തന്നെ തന്നത് മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഉടമ്പടിക്ക് ശേഷം എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ഞാൻ സൗദി വെച്ച് കൂടുമായിരുന്നു, ഉപവാസം എടുത്ത് കൂടുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഓരോ ചൊവ്വാഴ്ച ഉടമ്പടി പ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു നിയോഗം അല്ലെങ്കിൽ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ കാര്യം എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ 12 വർഷമായിട്ട് നടക്കുന്ന കേസ് ഞങ്ങൾക്കായി അനുകൂലമായിട്ട് വിധി വന്നു. അത് 1ാമത്തെ സാക്ഷ്യം. 2ാമത് എൻ്റെ സഹോദരൻ ഈ 10-14 വർഷമായിട്ട് ഡിവോഴ്സായിരുന്നു. ആൾ 2ാമത് കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. പറയുമ്പോഴൊക്കെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അയാളുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷമായി. 3ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 7-8 ലക്ഷം രൂപയുടെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അത് സ്വർണം പണയം വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മാതാവ് എൻ്റെ കടബാധ്യതകൾ മാറ്റിത്തരണേന്ന്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരു ചൊവ്വാഴ്ച ഇതേപോലെ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് ഞങ്ങളൊരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു. അത് 2 ലക്ഷം രൂപയോളം 1.25 ലക്ഷം രൂപയോളം വരുള്ളൂ. പക്ഷേ ഇത് ഒന്നും ഞങ്ങളുടെ കടബാധ്യത തീർക്കാനുള്ള ഒരു തുകയല്ല. പക്ഷെ ഞാൻ മാതാവിനോടും പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, എനിക്കറിയില്ല, ഇനി അത് വിറ്റിട്ടായാലും എനിക്ക് ഈ ബാധ്യതകളൊന്ന് തീർത്ത് തന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ, അതായത് ചൊവ്വാഴ്ച ഇവിടെ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ ഞങ്ങൾക്ക് അമ്മ 6 ലക്ഷം രൂപ തന്നു. അങ്ങനെ അത് ഞങ്ങൾക്ക് മുഴുവനായിട്ടും വിൽക്കാതെ തന്നെ കടബാധ്യതകൾ തീർക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ വന്നിട്ട് ആൾക്ക് 3-4 മാസമായിട്ട് ഇക്കാമയോ അല്ലെങ്കിൽ വിസ തീർന്നിട്ട് പോലീസ് പിടിക്കാതിരിക്കാൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇക്കാമ കിട്ടി. അവിടുത്തെ ജോലിയിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ആൾക്ക് തിരിച്ച് നാട്ടിൽ വരാനുള്ള അനുഗ്രഹം ഉണ്ടായി. പിന്നെ ആൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പാനിക് അറ്റാക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ആൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് മരുന്ന്, ഒരു 6 മാസത്തെ മരുന്ന് ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകും.
എങ്കിലും ഇതൊക്കെ ഉടമ്പടിയിൽ എഴുതാത്തതാണ്. എന്നാലും എനിക്കിവിടെ വന്നപ്പോൾ പറയണം എന്ന് തോന്നി. 1.5 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ മരുന്നിൻ്റെ ബോക്സ് അങ്ങനെ തന്നെ ഇരിക്കണേണ്. ഇപ്പോൾ ആൾ മരുന്ന് കഴിക്കുന്നില്ല. മാത്രമല്ല ആൾക്കത് നന്നായിട്ട് കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. എൻ്റെ പേര് ഉഷ തോമസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ നിന്നും തെക്കൻ താനശ്ശേരിയിൽ നിന്നും വരികയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 19 2022 ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ മോൻ +2 കഴിഞ്ഞ് എന്തെടുക്കണം ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റാതെ വളരെ വിഷമത്തിൽ കൺഫ്യൂഷനിൽ നിന്ന് മോൻ വളരെയേറെ വിഷമിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മേ മാതാവേ, എനിക്ക് ഉടമ്പടി എടുക്കാൻ വരാൻ പറ്റുന്നില്ല എങ്കിലും അമ്മ എൻ്റെ മോനൊരു തീരുമാനം എടുത്ത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനോ തീരുമാനത്തിലെത്താനും കഴിഞ്ഞു. അന്ന് മുതൽ അമ്മയോട് ഒരുപാട് അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാതെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വിദേശത്തു നിന്നും എൻ്റെ അനുജത്തിയും ചേച്ചിയും നാട്ടിലെത്തുന്നത്. അവർ ഇവിടെ കൃപാസനത്തിൽ വരുന്നെന്ന് കേട്ടപ്പോൾ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോടും കൂടെ പോന്നോളാൻ പറഞ്ഞു. ഞാനങ്ങനെ ജസ്റ്റ് അവരെൻ്റെ ഇറങ്ങുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ 2 ദിവസമുള്ളൂ, അതുകൊണ്ട് പക്ഷേ ഉടമ്പടി എടുക്കാൻ സമയമില്ല, നമുക്ക് ജസ്റ്റ് പ്രാർത്ഥിച്ച് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞ് നമുക്കിവിടെ മാതാവിൻ്റെ അരികിൽ നമ്മുടെ നിയോഗങ്ങൾ ആവശ്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി സമർപ്പിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു, അവരും ചേച്ചി എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഷീറ്റ് പേപ്പർ എൻ്റെ കയ്യിലുള്ളത് എടുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ അനിയത്തിയും പറഞ്ഞു ഞാൻ എഴുതിയിട്ടില്ല. പകുതി ഷീറ്റ് അവൾക്കും കീറി കൊടുത്ത് ഞങ്ങൾ 3 പേര് പ്രയർ കയ്യിലെടുത്തു. ചേച്ചി പറഞ്ഞു നമുക്കിനി മാതാവിൻ്റെ അരികിൽ, അപ്പോൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്ലോട്ടോയിൽ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞങ്ങൾ പോയി. അവർ 2 പേരും ഈ പ്രയർ അവരുടെ കയ്യിലുള്ളത് വെച്ചെങ്കിലും എനിക്ക് വെക്കാൻ കഴിയുന്നില്ല. ഞാൻ മാതാവിനെ നോക്കുമ്പോൾ മാതാവ് എന്നോട് ചോദിക്കുകയാണ്, ഈ ഒരു തൊണ്ടു കടലാസിലുള്ള കാര്യങ്ങളേ ഉള്ളൂ നിനക്ക് എൻ്റെ അടുത്ത് പറയാനെന്ന്. തീർച്ചയായിട്ടും ആ നിമിഷം ഞാൻ മാതാവിനെ വിളിക്കുകയായിരുന്നു, അമ്മേ നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ എൻ്റെ ജീവിതാവസാനം വരെ ഈ ഭൂമിയിൽ എനിക്ക് നീ ഒപ്പം വേണമെന്ന് ഉറച്ച് തീരുമാനിച്ച് മാതാവിനെ വിളിച്ച ആ നിമിഷം മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി. തിരിച്ച് ഞങ്ങൾ അകത്ത് കയറുമ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന എൻ്റെ ചേച്ചി തന്നെ പറഞ്ഞു, പക്ഷേ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഒരുപാട് കാര്യം, എനിക്ക് സ്വന്തമായൊരു വീടില്ല, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ടല്ലോ, നീ ഒരു കാര്യം ചെയ്യും, ഉടമ്പടി എടുക്ക്, മാതാവ് ഇടപെട്ട് നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ ലൈനിൽ നിന്നു. ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് 3-ാം ദിവസം തന്നെ ആദ്യമായി ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ജീവിതം തിരിച്ചു തന്നത്. അമ്മയ്ക്ക് പെട്ടെന്ന് കഫക്കെട്ട് മൂലം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് താഴ്ന്ന് അമ്മ കുഴഞ്ഞു വീണു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു സിറ്റി ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിക്കണം, ICU ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവാണെന്ന്. തിരിച്ച് ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ഷുഗർ ലെവൽ 34 വരെയായി. 34% എന്ന് പറഞ്ഞാൽ ഒരു മരണത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞ്. ആ നിമിഷം ഫോൺ കോൾ വരുന്ന സമയം ഞാൻ എൻ്റെ മാതാവിൻ്റെ ഈ കാശുരൂപം കയ്യിൽ എൻ്റെ നെറ്റിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, അമ്മേ മാതാവേ, എൻ്റെ അമ്മ ഇവിടുന്ന് പോയാലും 10 മടങ്ങ് ആരോഗ്യത്തിൽ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു തന്നാൽ കൃപാസനത്തിൽ വന്ന എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ആദ്യ സാക്ഷ്യമായിട്ട് ഞാൻ ഇത് വെളിപ്പെടുത്തിയേക്കാം, സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷം തന്നെ ഫസ്റ്റ് ഗ്ലൂക്കോസ് ഒരു ബോട്ടിലോട്ട് തന്നെ അമ്മയുടെ ഷുഗർ ലെവൽ കൂടാൻ തുടങ്ങി. അങ്ങനെ രാത്രി 1:30 മണിയോടെ ആയപ്പോഴേക്കും 34-ൽ നിന്ന് 58-ലേക്ക് എത്തി. ഞാൻ പുലരോളം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഫോൺ കോൾ വിളിച്ച് വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. പുലർന്ന് ഒരു 5:30 ആയപ്പോഴേക്കും നോർമൽ സ്റ്റേജിലായി. ഷുഗർ ലെവലും പ്രഷർ ലെവലും നോർമൽ സ്റ്റേജിലായി. അമ്മ പൂർണ്ണ ആരോഗ്യവതിയായി. അതോടൊപ്പം തന്നെ മാതാവ് ആ നിമിഷം തന്നെ 55 വർഷമായി അമ്മയ്ക്ക് വെറ്റിലമുറുക്ക് ദുശീലമുണ്ടായിരുന്നു. ഞങ്ങൾ മക്കളും പേരക്കുട്ടികളും പറഞ്ഞാലൊന്നും അമ്മ അത് നിർത്താനുള്ള ഒരു ഇതില്ലായിരുന്നു. ഭയങ്കര ടെൻഡൻസി ആയിരുന്നു, വെറ്റില എപ്പോഴും വായിലിട്ടുകൊണ്ടിരിക്കണം. അത് ഈ ദിവസം തന്നെ എടുത്തു മാറ്റിയത് അമ്മ തന്നെ അറിഞ്ഞില്ല.
തിരിച്ച് 15 ദിവസത്തിന് ശേഷം ചേച്ചിയുടെ വീട്ടിലായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അമ്മ തിരിച്ച് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിശയമായിപ്പോയി. സുന്ദരിയായ ഒരു അമ്മ, പൂർണ്ണ ആരോഗ്യത്തോടെ, ഫേസെല്ലാം ചേഞ്ചായി, എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി അമ്മയിൽ ഞാൻ കണ്ടു. തിരിച്ചു തന്ന മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് 3-ാം ദിവസം എൻ്റെ ബ്രദറിൻ്റെ കുട്ടി 3-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവന് എപ്പോഴും ഫോൺ വേണം. 2 വർഷക്കാലം കൊറോണയുടെ സമയത്ത് ഫോൺ യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഫോണിന് കുറച്ച് അഡിക്റ്റ് ആയിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തെല്ലാം എപ്പോഴും ഫോണിൻ്റെ മുമ്പിലല്ലാണ്ട് അവൻ ഇരിക്കില്ല. ഫോണില്ലേ ഭക്ഷണം കഴിക്കില്ല. ആ രീതിയിലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 3-ാം ദിവസം എൻ്റെ മക്കൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ആൻറ്റി, എൻ്റെ ഒരു കണ്ണ് കാണാൻ കഴിയുന്നില്ല, എനിക്ക് കാഴ്ച കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ആ സമയത്ത് പറയാൻ തോന്നി, നിൻ്റെ അടുത്ത് ഞങ്ങൾ എത്ര വട്ടം പറഞ്ഞു ഫോൺ ഉപയോഗിക്കരുതെന്ന്, ഇപ്പോൾ കണ്ടില്ലേ കാഴ്ച നഷ്ടപ്പെട്ടണേ ആൻറ്റി, ഞാനിനി തൊടുകയില്ലേ ഫോണെന്ന് പറഞ്ഞ നിമിഷം മുതൽ ആ കുട്ടി ഇന്ന് മുതൽ ഈ നിമിഷം വരെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. അവൻ്റെ മമ്മി കോൾ ചെയ്യുമ്പോൾ, വീഡിയോ കോൾ വിളിക്കുമ്പോൾ ജസ്റ്റ് കണ്ട് സംസാരിക്കുന്നല്ലാണ്ട് ഫോൺ എടുത്തിട്ടില്ല. അത് വലിയൊരു കൃപയാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്നത്. പിന്നെ 3-ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോള് 10th കഴിഞ്ഞപ്പോൾ +1ലാണ്. 10th ഫസ്റ്റ് സെം എക്സാം സമയത്തൊക്കെ അവൾക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. സപ്പോർട്ടില്ലാണ്ട് ഇരിക്കാൻ കഴിയില്ല. ഡോക്ടറെ അടുത്ത് ചിലപ്പോൾ പറഞ്ഞു വൈറ്റമിൻ D3യുടെ ഭയങ്കര അഭാവമുണ്ട്, ബോൺസ് പെയിൻ അതുകൊണ്ട് വരണേന്ന് പറഞ്ഞു. ഞാൻ പില്ലോ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് മോള് വായിക്കും. അങ്ങനെ ഫസ്റ്റ് സെം എക്സാം കംപ്ലീറ്റ് ചെയ്തു. 2ാമത്തെ സെം ആയപ്പോഴേക്കും ടാബ്ലറ്റ് എല്ലാം എടുത്തിട്ട് പോയാലും ഭയങ്കര പെയിനാണ്. അവൾ ടീച്ചർ സെപ്പറേറ്റ് അവൾക്ക് ചെയർ ഇട്ട് കൊടുത്ത് ടീച്ചറിൻ്റെ ഒപ്പം ഇരുത്തിയാണ് അവളെ ക്ലാസ്സിനൊക്കെ ഇരുത്തിയിരുന്നത്. സപ്പോർട്ടില്ലാണ്ട് അവൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ മോളുടെ ഈ ബാക്ക് പെയിനൊന്നും എടുത്ത് മാറ്റണം. ഇന്നേ വരെ പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മോന് അലർജിയുടെ അസുഖം. ഞങ്ങൾ 15 വർഷക്കാലം ബാംഗ്ലൂരായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചോട് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നപ്പോൾ ഈ ബാംഗ്ലൂരായിരിക്കുന്ന സമയത്ത് എൻ്റെ മോൻ കുട്ടിക്കാലം മുതലേ 2 വയസ്സുള്ളപ്പോൾ തുടങ്ങി അവിടുത്തെ വെതർ ചേഞ്ച് ആകുമ്പോൾ അലർജി ഉണ്ടാവും. ഒരുപാട് വിഷമിച്ചിരുന്നു ബ്രീത്തിങ് സമയത്ത്. ഒരു 5th സ്റ്റാൻഡേർഡിലെന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം, മമ്മി ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ മൂക്കൊന്ന് മുറിച്ച് കളയുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ബ്രീത്ത് കിട്ടാത്ത ഇതായതുകൊണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ ബ്രീത്ത് എടുക്കായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് അതിന് ഫലമായിട്ട് ഇപ്പോൾ 6 മാസമായി എൻ്റെ മോൻ ടാബ്ലറ്റൊന്നും ഇല്ലാതെ നന്നായി ബ്രീത്ത് എടുക്കുക. അലർജിയുടെ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ദൂരെ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസിയാണ്. പിന്നെ തലവേദന ഉണ്ടാവും. വീട്ടിൽ ചെന്നാൽ എന്തായാലും ഞാൻ വോമിറ്റ് ചെയ്യണോ ഇതായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തന്ന് ടാബ്ലറ്റ് കഴിച്ചിട്ട് വന്ന് തിരിച്ച് ചെന്ന് രാത്രിയായപ്പോൾ ഞാൻ വോമിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തലവേദന വിട്ടുപോയേ. പിന്നത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുക്കാൻ വരണേ എൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ ബ്രദർ എനിക്ക് ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ ആ ടാബ്ലറ്റ് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, മാതാവേ, നാളെ നിൻ്റെ അരികിൽ ഞാൻ വരാണ്. നാളെയെന്നല്ല, ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ നീ എൻ്റെ കൂടെയുണ്ടെന്ന്, നീ എൻ്റെ ഒപ്പം വരുമെന്ന് വിളിച്ചിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ടാബ്ലറ്റ് കഴിക്കണോ കഴിക്കണ്ടേന്ന് അമ്മ നാളെ തീരുമാനിക്കും. രാവിലെ പുലരുമ്പോൾ ഞാനിത് കഴിച്ചിട്ടാണോ ഇറങ്ങേണ്ടതെന്ന് അമ്മ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഒരു നുള്ള നേർച്ചുപ്പ് എൻ്റെ വായിലിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കിടന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ അലാറം വയ്ക്കുന്നതിന് മുമ്പേ എന്നെ ഉണർത്തി മാതാവ്. ഏറ്റവും നല്ല ഉണർവോടും കൂടി ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്നൊരു തലവേദന പോലും ഇല്ലാണ്ട് ഞാൻ തിരിച്ചു പോയി. ഇന്നും വന്നിട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പോരും, ഒരു കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് കഴിച്ചു. ഞാൻ ഇന്നും ഒരു തലവേദന പോലും ഇല്ലാണ്ട് നിമിഷം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ ഇനിയും ചെറുതായിട്ട് കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഹൈന്ദവ കൂട്ടുകാരി, അവളുടെ മോൻ IELTS +2 കഴിഞ്ഞ് UK പോകാൻ ഉപരിപഠനത്തിനായി പോകാനായിട്ട് IELTS പാസ്സായില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ അവൻ തോറ്റു. 2ാം സ്റ്റെപ്പിൽ അവളെന്നെ വിളിച്ച് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കാം. മോന് ഭയങ്കര വിശ്വാസിയാണ്. ഹൈന്ദവ കുട്ടിയാണെങ്കിലും നമ്മുടെ മക്കളേക്കാളേറെ മാതാവിൽ ആ കുട്ടിയുടെ ഭയങ്കര വിശ്വാസമുള്ള കുട്ടിയാണ്. ഞാൻ പറഞ്ഞു, മോന് മാതാവിൽ നല്ല വിശ്വാസമുള്ളതല്ലേ, മോൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ആൻറ്റി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. സെക്കൻഡ് എക്സാം ടൈമിൽ അവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി എഴുതി. സെക്കൻഡ് ടൈമിൽ തന്നെ അവന് പാസ്സായി കിട്ടി. ഇൻ്റർവ്യൂ സമയത്തും അതേപോലെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ആൻറ്റി എനിക്ക് ഇൻ്റർവ്യൂ ആയിട്ടോ, ഞാൻ പ്രാർത്ഥിച്ചു,
അതും പാസ്സായി. പേപ്പേഴ്സെല്ലാം റെഡി ആയില്ലെങ്കിൽ സെപ്റ്റംബറിൽ പോകാൻ കഴിയില്ല ആൻറ്റി, മോൻ ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാം മെഡിക്കലെല്ലാം പാസ്സായി. അവൻ ഈ 3 ദിവസം മുമ്പ് UK-ലെത്തി. എയർപോർട്ടിലൊന്നും ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മാതാവ്, അതും ഞാൻ തലേ ദിവസം ആ കുട്ടീനെ ഒന്ന് കണ്ട് വിഷയം പോയ സമയത്ത് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവനും അവൻ്റെ അമ്മയും മുത്തശ്ശനെല്ലാം ചേർന്ന് അമ്പലത്തിൽ പോയി തിരിച്ചു വരാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ കുറേ സന്തോഷമായി. ഞാൻ എന്നിട്ട് കുറേ വിഷ് ചെയ്തിട്ട് തിരിച്ചു പോന്നു, പ്രാർത്ഥിക്കാൻ തിരിച്ചു പോന്നു. കഴിഞ്ഞിട്ട് അവൻ അവിടെ എത്തി, UK-ലെത്തി. എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉഷേ UK-ലെത്തി, ഒരു കുഴപ്പമുണ്ടായില്ല, എയർപോർട്ടിലൊന്നും ചെക്കിങ്ങൊന്നും ഇല്ലാണ്ട് എൻ്റെ മോൻ നല്ല സുഖമായിട്ട് എത്തി, റൂമിലെല്ലാം എത്തി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇറങ്ങാൻ നേരത്ത് ഉഷേ മാതാവിൻ്റെ ഹോളി വാട്ടറാണ് അവൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് നെറ്റിയിലും നിങ്ങളുടെ കുരിശടയാളം വരച്ച് ഞാൻ വിട്ടേന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഒരു ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്നവരാണ് ഇത്രയും മാതാവിൽ വിശ്വസിക്കുന്നത്. അത് ഒരുപാട് എനിക്ക് സന്തോഷം തന്നൊരു കാര്യമായിരുന്നു. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. മാതാവിനോട് ഇനിയും ഒത്തിരി ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെ അമ്മയുടെ സ്ഥിരം സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി.